അറിഞ്ഞില്ലേ നിങ്ങള്? എന്തൊക്കെയുണ്ട് ചേച്ചി പുതിയ വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ? പുതിയ വിശേഷം അടിപൊളി. ദുബായിന്ന് വന്നു. ദുബായിന്ന് വന്നതാണ് പുതിയ വിശേഷം. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ദുബായിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയത്? ഞാനോടത്ത് എങ്ങനെയാണ് പോയെന്നുള്ള ചോദ്യത്തിന് ഞാനിപ്പോ ഫ്ലൈറ്റിന് പോയെന്ന് പറയാൻ വന്നതാണ്. ഇപ്പൊ കേരളത്തിനേക്കാളും ഫാൻസ് ഇപ്പൊ കൂടുതൽ ഇന്റർനാഷണൽ ആണോ? എനിക്കറിയില്ല. അങ്ങനെ തോന്നിയോ? ഇല്ല, എല്ലായിടത്തും ഉണ്ടല്ലോ നല്ല ആൾക്കാരുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെ കാണുന്നതും നമ്മളെ കാണാൻ വന്നതും നമ്മളെ സ്നേഹിക്കുന്നതായ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. 10% ഉള്ളെന്ന് തോന്നി നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. ബാക്കിയുള്ള 90% നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്നവരാണെന്ന്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഒരു സിനിമാ താരം വന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്ന പോലെയാണ് രേണു ചേച്ചി വന്ന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ മീഡിയക്കാർ ഇങ്ങനെ പൊതിയുന്നത്. ഒരു സിനിമാ താരത്തിന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് ചേച്ചിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രേണു ചേച്ചിന്റെ ഒരു സ്പേസിൽ കാണാത്തൊരു കാര്യമായിരുന്നു കിച്ചുവിനെ. അപ്പൊ കിച്ചു ഇപ്പൊ എയർപോർട്ടിൽ സ്വീകരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ വന്ന്. എന്റെ സ്പേസിൽ കാണാത്തതെന്ന് പറഞ്ഞാൽ അവനിപ്പം എന്നെ സംബന്ധിച്ച് എന്റെ മകനാണ്, അവന്റെ അമ്മയാണ്. ഇപ്പൊ അമ്മയും മകനും എപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യം. ചേച്ചി ഇപ്പൊ സോഷ്യൽ മീഡിയ പറയുന്നത് ചേച്ചി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് ദുബായിൽ പോയി ബാർ ഡാൻസർ ആവാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. എത്രയോ പേര് ദുബായിലും ബഹറിലും ഒക്കെ 2-3 വർഷം അമേരിക്കയിലും ഒക്കെ പോയി നിൽക്കുന്ന ഒരുപാട് പ്രവാസികളില്ലേ, അവരൊക്കെ മക്കളെ പൊടി കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണല്ലോ പോകുന്നത്. അവർ വീഡിയോ കോൾ ചെയ്ത് അവരുടെ വിഷമം മാറും, അതുപോലെ എന്റെ വിഷമം മാറും. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. അതിനുശേഷം വൈറലാവുന്നത് ഒരു അറബിയുമായിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. രേണുസുതി കേരളത്തിൽ നിന്ന് ആളെ കിട്ടാത്തത് കൊണ്ടാണോ ദുബായിലേക്ക് പോയത്? നമ്മള് പ്രമോഷന് പോയതല്ലേ, അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം അവിടെ വരുന്നതാണ്, ഫുഡൊക്കെ കഴിക്കാൻ വരുന്നതാണ്. അപ്പൊ ആള് നോക്കുമ്പോഴത്തേന് കുറെ മലയാളീസ് ഒക്കെ വന്നിട്ട് എനിക്ക് നമ്മൾ സെൽഫി എടുക്കണേ, ചേച്ചി എന്ന് പറഞ്ഞ് സ്നേഹിച്ച് സെൽഫി എടുക്കുന്നുണ്ട്. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനിപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാനും കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടു. ഫോട്ടോ എടുത്തു. എന്തായാലും ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇട്ടു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. രേണുസുതി ദുബായി പോയി അറബിയെ കെട്ടി കേരളം അങ്ങനെയാണ്. എന്ത് ശല്യം ഒഴിഞ്ഞു പോയി. അതാ ഞാൻ പറഞ്ഞത്. കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ നിന്ന് ജനിച്ച്. അങ്ങനെ ആരും കരുതണ്ട, കേരളത്തിൽ നിന്ന് രേണുസുതി ഒഴിഞ്ഞു പോകത്തില്ല. ആ ശല്യം എന്നും ഇവിടെ നിലനിൽക്കും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? ഇടഞ്ഞ ഞാൻ കൊല കൊമ്പൻ ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. പിന്നെ ശല്യം എന്ന് പറഞ്ഞവരുടെ സമാധാനം കൊടുക്കുക. ഡെയിലി 10 റീലും 10 പ്രമോഷനും അനുഭവിച്ചോ. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച ദൈവമേ, എത്രയും വേണം അമേരിക്ക പോകാനുള്ള ചാൻസ് എനിക്ക് തരണേന്നേ ഉള്ളൂ പ്രാർത്ഥന. അപ്പോഴും നമ്മുടെ കേരളത്തിലെ ആൾക്കാർ പറയുന്നത് ഇവിടെ നിന്ന് പോയിത്തരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പോയി തരുമെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് വീണ്ടും തിരിച്ചു വരും. അനുഭവിച്ചു. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നല്ലാതെ